ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്ന കാദംബരിയോടും രതീഷിനോടും അമ്മൂമ്മ പറയുന്നുണ്ട്, മക്കളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒന്ന് സഹായിക്കുക. അപ്പം രതീഷ് പറയുന്നുണ്ട്, കല്യാണി വന്നിട്ടുണ്ട്, ഇനി അവൾ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണം എന്നുള്ളത്. അവൾ വന്നോ, എന്നാലും നിങ്ങളെ അച്ഛനെയും മോളെയും അമ്മയും പോലെയല്ല കല്യാണി. അവൾക്ക് എല്ലാവരുടെയും കഷ്ടപ്പാടും വിഷമവും കണ്ടു കഴിഞ്ഞാൽ സങ്കടമാവും എന്നൊക്കെ നമ്മുടെ കാദംബരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മൂമ്മ ചോദിക്കുകയാണ്, എന്നാലും അവൾ എൻ്റെ കുഞ്ഞിനെ ജയിലിൽ കയറ്റിയല്ലോ മക്കളെ എന്ന് പറയുമ്പോഴേക്കും രതീഷ് ദേഷ്യത്തോടെ പറയുക, പിന്നെ മോഷ്ടിക്കാനും തലയടിച്ച് പൊട്ടിക്കാനും നടക്കുന്നവരെ പിന്നെ എന്ത് വേണം, നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ വിടണോ? കാദംബരിയും പറയുന്നുണ്ട്, വെറുതെ ഇനി അവളുടെ മുന്നിൽ വെച്ച് ഇത് സംസാരിക്കാൻ നിൽക്കണ്ട, പിന്നെ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസയും കൂടെ കിട്ടില്ല. അപ്പം രതീഷ് പറയാ, അവനെയൊക്കെ ശരിക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കുക വേണ്ടത്. അവൻ കാരണ അമ്മുമ്മയുടെ മോനിപ്പോൾ അറ്റാക്ക് വന്ന് കിടക്കുന്നത്. കാദംബരി ദേഷ്യത്തോടെ പറയാണ്. അപ്പം അമ്മുമ്മ അത് സമ്മതിക്കുന്നുണ്ട്. അതും ശരിയാ, എന്ന് വെച്ചാൽ എത്ര തവണയാ വിക്രം പ്രകാശൻ്റെ നെഞ്ച് കലങ്ങുന്ന ഓരോ പ്രവൃത്തി ചെയ്തത്. അപ്പോഴേക്കും കല്യാണിയും സോണിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം കല്യാണി അടുത്തെത്തിയപ്പോൾ അമ്മൂമ്മയോട് പറയുന്നുണ്ട്, ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായിട്ട് മുന്നോട്ടേക്ക് പോകും. അത് കേട്ടപ്പോഴേക്കും അമ്മൂമ്മ സന്തോഷത്തോടു കൂടി അവൾക്ക് നേരെ കൈകൂപ്പുകയാണ്. അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സോണി പുച്ഛത്തോടെ പറയുന്നുണ്ട്, എന്തിനാ തൊഴുന്നത്, ഇതൊക്കെ വെറും അഭിനയം മാത്രമാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നിറഞ്ഞ കണ്ണുകളോട് അവർ പറയുന്നുണ്ട്, അല്ല മോളെ, അനുഭവിക്കേണ്ടതിൻ്റെ പരമാവധി ഞങ്ങൾ അനുഭവിച്ചു. ഇനിയെങ്കിലും ഞങ്ങൾ നന്നായില്ലെങ്കിൽ ഞങ്ങളെ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റില്ല. മനുഷ്യരെന്ന വിളിയൊക്കെ എന്നേ അവസാനിപ്പിച്ചതാ. ഇന്ന് സഹായിക്കുന്നവരെ നാളെ ചവിട്ടി മെതിക്കും. അതാണ് അമ്മയുടെയും മോൻ്റെയും കൊച്ചുമോൻ്റെയൊക്കെ സ്വഭാവം. രതീഷ് പുച്ഛത്തോടെ പറയാണ്. അതിനൊന്നും മറുപടി പറയാതെ അമ്മൂമ്മ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സോണി പറയുന്നുണ്ട്, കല്യാണി, കാദംബരി ചേച്ചി, നിങ്ങൾ എനിക്കൊപ്പം ഒന്ന് വന്നാൽ നമുക്ക് അകത്ത് കിടക്കുന്ന ആളെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മൂമ്മ ചെറുതായിട്ടൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അയ്യോ, അകത്ത് ചെന്നിട്ട് അവനെ വിഷമിപ്പിക്കുന്ന രീതിയിലൊന്നും സംസാരിക്കല്ലേ മക്കളെ. അപ്പോൾ സോണി പറയാണ് ദേഷ്യത്തോടെ, ഇല്ല, അയാളോട് സംസാരിക്കുമ്പോഴേ ഞങ്ങൾ ഞങ്ങളുടെ നാവിൽ നിന്നും തേനും പാലും ഒഴുക്കാം. എന്നിട്ട് അവർ 3 പേരും കൂടി പ്രകാശിനെ കാണാൻ വേണ്ടിയിട്ട് ഐസിയുവിനകത്തേക്ക് കയറുകയാണ്. അപ്പോൾ രതീഷ് അമ്മൂമ്മയോട് പറയുന്നുണ്ട്, ദേണ്ടേ, കല്യാണിയും കിരൺ സാറിനെയൊക്കെ സ്നേഹിച്ചതുകൊണ്ട് എനിക്കൊപ്പം കാദംബരിക്കും ഓഫീസിൽ കയറാൻ പറ്റി. അത്യാവശ്യം തരക്കേടില്ലാത്ത ശമ്പളം കിട്ടുന്നുണ്ടെങ്കിലും ഇപ്പോൾ കാദംബരിയുടെ ഒട്ടുമിക്ക കാര്യങ്ങളും നോക്കുന്നത് കല്യാണിയാണ്. എന്ന് വെച്ചാൽ കൂടപ്പിറപ്പുകളൊക്കെ നന്നായിട്ട് നോക്കാനുള്ളൊരു മനസ്സുണ്ട് കല്യാണിക്ക്. അതൊക്കെ നഷ്ടപ്പെടുത്തിയത് ഓർത്തിട്ട് അമ്മൂമ്മയ്ക്ക് ഒരു കുറ്റബോധം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ രതീഷ് പറയാണ്, അതൊക്കെ തിരിച്ചറിയാതെ പോയതാണ് നിങ്ങൾക്കൊക്കെ പറ്റിയ പരാജയം. ഐസിയുവിനകത്ത് പ്രകാശനെ കാണാൻ കയറിയ സമയത്ത് പ്രകാശം വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മുഖം വെക്കുന്നത്. കാരണം ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഉള്ളൊരു ധാരണ ഉണ്ട്. അപ്പം 3 പേര് അവിടെ വന്ന് നിന്നപ്പോൾ തന്നെ സോണി പറയുന്നുണ്ട്, പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ചികിത്സ നടക്കില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് നടക്കുമായിരുന്നു നിങ്ങളുടെ അമ്മ. അതിനൊന്നും ഒരു മറുപടിയും പറയാതെ കേട്ടു നിൽക്കാനേ പ്രകാശിന് പറ്റുന്നുള്ളൂ. അപ്പോൾ സോണി പുച്ഛത്തോടെ പറയാണ്, അവസാനം കല്യാണി പൈസ കെട്ടി, അതുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കുന്നേ. എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മോളുടെ മുഖത്തേക്ക് നോക്കാൻ എന്താ ഇത്ര മടി? പ്രകാശൻ അവരെ 3 പേരെ നോക്കാതെ തല തിരിച്ച് കിടക്കുകയാണ്. അപ്പോൾ സോണി പറയുന്നുണ്ട്, നിങ്ങൾ രാജകുമാരനാക്കി വളർത്തിയ നിങ്ങളുടെ മകനിപ്പോൾ ജയിലില്ല. നിങ്ങൾക്കൊരു അവശത വന്നപ്പോൾ നിങ്ങളെ സഹായിക്കാനും അടുത്ത് നിൽക്കാനും നിങ്ങളെ 2 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ പറയണം, മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്ത് ആൺമക്കളല്ല അച്ഛനമ്മമാരെ നോക്കുന്നത്, അത് പെൺകുട്ടികൾ തന്നെയാ. അപ്പോൾ കല്യാണിയും കാദംബരിയും കാണിക്കുന്നുണ്ടായിരുന്നു, ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നവരുള്ള എല്ലാ പൈസയും കല്യാണി കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ കാദംബരിയും പറയാണ്, ഇതിനു മുമ്പ് രാജപ്പൻ്റെ 10 ലക്ഷം കൊടുത്തു തീർത്തതും കല്യാണിയാ. അപ്പോൾ സോണി പറയാ, എന്നിട്ടും അതിൻ്റെ നന്ദി ഇല്ലല്ലോ കാദംബരി ചേച്ചി. ഇതിനൊന്നും മറുപടി പറയാനാവാതെ പ്രകാശൻ തലതിരിച്ച് കിടക്കുകയാണ്. അത് നടന്നതായിട്ട് പോലും ഇയാളുടെ മനസ്സിലില്ലല്ലോ. വയസ്സുകാലത്ത് ഇയാളെ സഹായിക്കുമെന്ന് കരുതിയ മകൻ ഇയാൾക്ക് പേരുദോഷവും അപമാനവും ഉണ്ടായിക്കൊടുത്തു. അവനെക്കൊണ്ട് എന്ത് നേട്ടമാ ഉള്ളത്? അപ്പോൾ കാദംബരി പറയാണ്, ആൾക്കാരുടെ തലയടിച്ച് പൊട്ടിക്കാനാണോ അവനെ വളർത്തി വലുതാക്കിയത്? ഇതിനൊന്നും മറുപടി പറയാനാവാതെ, ഒന്നും സംസാരിക്കാനാവാതെ കിടക്കുകയാണ് പ്രകാശൻ. അപ്പം കല്യാണി പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ട, എന്തെങ്കിലും എൻ്റെ അച്ഛൻ മാറുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള അവസരം ഒരുപാട് വന്നു, പക്ഷേ എന്നിട്ടും മാറിയില്ല. എങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും. കല്യാണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആ അവസ്ഥയിലും പ്രകാശന് ദേഷ്യം വരികയാണ്. അവളുടെ മുന്നിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കേണ്ടി വന്നല്ലോ എന്നോർത്തിട്ട്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ അച്ഛൻ്റെ സ്നേഹം പിടിച്ചു പറ്റാനല്ല. അപ്പോൾ സോണിയോടായിട്ട് കല്യാണി പറയാണ്, മക്കളുടെ കടമ അതാ ഞങ്ങൾ ചെയ്യുന്നേ. ഒരിക്കലും പെൺമക്കളോട് അവരുടെ കടമ ചെയ്യാത്ത നിങ്ങളുടെ ഈ അവസ്ഥയിൽ തിരിച്ച് മക്കളുടെ കടമ ചെയ്യുകയാണെന്നാ അവർ പറയുന്നേ. സോണി പ്രകാശൻ്റെ നേർക്ക് തിരിഞ്ഞ് പറയാണ്, ഇനിയെങ്കിലും മനസ്സിനകത്ത് കുറച്ച് വെളിച്ചം വരുത്താൻ നോക്ക് നിങ്ങൾ വാ,
എന്ന് പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് സോണി അവിടുന്ന് പോവുകയാണ്. പിന്നാലെ തന്നെ അവരും ഒന്നും മിണ്ടാതെ പോകുന്നുണ്ട്. പ്രകാശനാണെങ്കിൽ ദേഷ്യമൊക്കെ കടിച്ച് പിടിച്ച് നിൽക്കുകയാണ്. ആരെടുത്തും ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവരുടെ കരുണ കൊണ്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടിയിരിക്കുന്നതെന്ന് പ്രകാശനും അറിയാം. അവർക്കൊക്കെ മുന്നിൽ ഇതേപോലെ കിടക്കേണ്ടി വന്നൊരു ഗതികേട് ആലോചിച്ചിട്ടാണ് ആ സമയത്തും പ്രകാശം വേദനിക്കുന്നത്. അങ്ങനെ നേരെ സോണിയും കല്യാണിയും കൂടെ പോയത് ആൽബി കിടക്കുന്ന മുറിയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആൽബി ചോദിക്കുന്നുണ്ട്, അല്ല എന്നെ കാണാൻ വന്നതാണോ അതോ അച്ഛൻ ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അയാളെ കാണാൻ വന്നതാണോ? രണ്ടുപേരെയും കാണാൻ വന്നതാ, കല്യാണിയും പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ സോണി പറയുന്നുണ്ട്, നേരത്തെ എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞില്ലേ വിക്രമിൻ്റെ അമ്മുമ്മ, അതിനുശേഷം അവർ നേരെ പോയത് കല്യാണിയുടെ അടുത്തേക്കാ. പിന്നെ ഇവൾക്ക് ആരെങ്കിലും ഒരുപാട് സങ്കടപ്പെടുമ്പോൾ അവരെക്കാൾ സങ്കടം വരുമല്ലോ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആൽബിയും പറയുന്നുണ്ട്, കുഴപ്പമില്ല സോണി, കല്യാണിയുടെ ആ നല്ല സ്വഭാവം കൊണ്ട് തന്നെയാണ് അവൾക്ക് ജീവിതത്തിൽ പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. കല്യാണി ശൂന്യതയിൽ നിന്നും ഇത്രയും ഉയരങ്ങളിലേക്ക് പോയതും അതുകൊണ്ട് തന്നെയാ. അല്ല എന്നിട്ടിപ്പോൾ കല്യാണിയുടെ അച്ഛൻ എങ്ങനെയുണ്ട്? കുറച്ച് കൂടുതലാണെന്നാ ഡോക്ടർ പറഞ്ഞേ. അപ്പോൾ സോണി ആൽബിയോട് പറയാണ്, ഞാൻ ഇവർ 2 പെൺമക്കളെയും അയാളെ കൊണ്ടുപോയി കാണിച്ചു. ആപത്ത് സമയത്ത് ആൺമക്കളല്ല പെൺമക്കളാ പ്രയോജനപ്പെടുവാന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷേ അത് തലയ്ക്കകത്തോട്ട് കയറിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് കേട്ടതിന് ശേഷം ആൽബി പറയുന്നുണ്ട്, ഒരാളുടെ അടിസ്ഥാന സ്വഭാവം മാറ്റാൻ പറ്റില്ല സോണി. അവർ ചെയ്യുന്നത് അവർക്ക് ശരികളാണ്. പക്ഷേ അവരുടെയും നമ്മുടെയും ശരിയെന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് കല്യാണി വേഗം ചോദിക്കുന്നുണ്ട്, എന്നാ ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്നേ? ഇന്ന് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് ഡിസ്ചാർജ് ആയാലും സൂക്ഷിക്കണം കേട്ടോ. ആൽബിയേട്ടൻ മാത്രമല്ല സോണി, നീയും. ഒരു വശത്ത് എൻ്റെ ആങ്ങളെയും അച്ഛനും ശത്രുക്കളെ പോലെ നിൽക്കുകയാണെങ്കിൽ മറുഭാഗത്ത് വേറെയും ചിലരുണ്ട്, സോണിയുടെ അങ്കിളും ആൻറ്റിയും സരയുമൊക്കെ. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി അവിടുന്ന് പോവാണ്. അതിനുശേഷം സോണി ആൽബിയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവസാനം എന്തൊക്കെ സംഭവിച്ചാലും ഇവളുടെ അച്ഛനെ സഹായിക്കും. അത് പക്ഷേ ആ മുരടന് മനസ്സിലാവില്ല എന്ന് മാത്രം. ആൽബിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന കല്യാണിയുടെ ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ പെടുന്നത് അന്ന് ആൽബിക്ക് പകരം തലക്കടിച്ചിട്ടുണ്ടായിരുന്ന അർജുൻ എന്ന് പറഞ്ഞ ആ ചെക്കൻ്റെ മൃതദേഹം കൊണ്ടുവരികയാണ്. അപ്പോൾ ആ പെൺകുട്ടി പിന്നാലെ തന്നെ കരഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്, അർജുനേട്ടാ, എൻ്റെ അർജുനേട്ടാ. അപ്പം കല്യാണി വിശ്വസിക്കാനാവാതെ ഇങ്ങനെ വാ പൊട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അവളുടെ അടുത്തെത്തിയ സമയത്ത് കാണുകയാണ് അർജുൻ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി കല്യാണിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയാണ്, എൻ്റെ അർജുനേട്ടൻ പോയി, എൻ്റെ അർജുനേട്ടൻ പോയി എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ്. അപ്പോഴേക്കും ശബ്ദം കേട്ട് സോണി അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആ പെൺകുട്ടി നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് കല്യാണിയോട് പറയാണ്, എൻ്റെ അർജുനേട്ടൻ പോയി ചേച്ചി, എൻ്റെ അർജുനേട്ടൻ പോയി. കല്യാണിക്ക് വിശ്വസിക്കാനാവുന്നില്ല, കാരണം ആ പെൺകുട്ടി പ്രഗ്നൻ്റ് കൂടിയാണ്. കാരണം ആൽബിക്ക് വെച്ച ആ ഒരു കെണിയിലാണ് ശരിക്കും ആ പയ്യൻ വീണിട്ടുണ്ടായിരുന്നത്. ഒരു തെറ്റും ചെയ്യാതെ മരിക്കേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ആ ചെക്കൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ആ ഭാഗം അവിടെ അവസാനിക്കുന്നത്. പിന്നെ നേരെ കാണിക്കുന്നത് രൂപയുടെ വീട്ടിലേക്ക് താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഷാരി വന്ന് കയറുന്നത്. അപ്പോൾ രൂപ നോക്കുമ്പോൾ തന്നെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടാണ് ഷാരി വരുന്നത്. രൂപ വെറുപ്പോട് കൂടിയാണ് നോക്കി നിൽക്കുന്നത്. അതുമാത്രമല്ല, ഷാരി അകത്തേക്ക് ചിരിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ രൂപ ചോദിക്കുന്നുണ്ട്, ആ വെറുപ്പോടെ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി ബാഗൊക്കെ ആയിട്ട്? നിന്റെ ആങ്ങളുടെ കാര്യം അറിയാലോ രൂപേ, അങ്ങേർക്ക് തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ട് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കുക. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ മോൾ എന്നോട് പറഞ്ഞു, മരുമോനും. അപ്പം രൂപ പറയുന്നുണ്ട്, ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ കാണാൻ പാടില്ലാത്ത കാഴ്ചയൊക്കെ കാണേണ്ടി വരും. നേരത്തെ വന്നപ്പോൾ കല്യാണിയെ കണ്ടതുപോലെ എൻ്റെ ചന്ദ്രേട്ടനും മക്കളും ഒക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഷാരി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്കെന്നെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ രൂപ ദേഷ്യത്തോടെ പറയാണ്, ഏട്ടത്തി ഇവിടെ നിൽക്കുവാണെങ്കിലേ അന്തസ്സോടെ നിൽക്കണം. ഞങ്ങളിപ്പോൾ ഒത്തൊരുമയോടെയാണ് പോകുന്നത്, അറിയാലോ. ഒരു സമയത്ത് ഞാനും ചന്ദ്രേട്ടനും ഒക്കെ അകന്നു പോയതാ. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നത്. അതിനിടയിൽ ഒരിക്കലും ഏട്ടത്തി കരടാവാൻ പാടില്ല. ശരിക്കും ഷാരി അത്ഭുതത്തോടു കൂടിയാണ് രൂപ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നത്. അതിനുശേഷം പറയുന്നുണ്ട്, ഞാൻ ഒന്നിനുമില്ല രൂപേ, ശരിക്കും എൻ്റെ അനുഭവങ്ങൾ എന്നെ ഒരുപാട് മാറ്റി. എൻ്റെ മോളുടെ കാര്യവും അതുപോലെ തന്നെ. അപ്പം രൂപ പറയുന്നുണ്ട്, ഏട്ടന് തലയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നാ ഏട്ടൻ പറയുന്നത്. നിങ്ങളെല്ലാവരും കൊണ്ടുപോയി മനഃപൂർവ്വം ഷോക്ക് കൊടുത്തതാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ ചെയ്യോ രൂപേ, നീയും പലതും നേരിൽ കണ്ടതല്ലേ? സഹിക്കാൻ പറ്റാതെ വന്നപ്പോഴാ അങ്ങേരെ കൊണ്ടുപോയി ഷോക്ക് കൊടുത്തത്, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം അങ്ങേരെ കൊന്നു കളഞ്ഞേനെ. അപ്പം രൂപ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ഏട്ടൻ സ്നേഹിച്ചതാ നിങ്ങൾക്കൊന്നും പിടിക്കാതെ പോയത്. അപ്പം ഷാരി പറയാണ്, അയ്യോ എൻ്റെ ഈശ്വര, അതൊന്നും അല്ല. അങ്ങേര് മനുമോനെ ശത്രുവായിട്ട് കണ്ടു, അവനെ പലപ്പോഴും തല്ലാനും കൊല്ലാനും ഒക്കെ പോയി. അതാ ഞങ്ങളെ വിഷമിപ്പിച്ചത്. ഞങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ലല്ലോ, പക്ഷേ മനുമോൻ എന്തു പഴിച്ചു അവനെ ശത്രുവായിട്ട് കാണാൻ? അപ്പം രൂപ പറയുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാ, പക്ഷേ എൻ്റെ വീടിപ്പോൾ സമാധാനപരമായിട്ട് പോവുക.
ആ സമാധാനം ഏട്ടത്തിയായിട്ട് തല്ലിക്കെടുത്തരുത്. അതുപോലെ തന്നെ ഏട്ടത്തിയുടെ പിന്നാലെ ഇനി ബാക്കിയുള്ളവരാരും ഇങ്ങോട്ട് വരരുത്. അപ്പം ശാരി പറയുന്നുണ്ട്, എൻ്റെ രൂപേ, ഞാൻ തന്നെ വന്ന് നിൽക്കുന്നത് മനുമോൻ ഇഷ്ടമല്ല. പിന്നെ അമ്മായിയച്ഛൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നേരത്തെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴുള്ള കാര്യമൊക്കെ അറിയാലോ. ഒരു ദിവസം പോലും ഞങ്ങളിവിടെ തികച്ചു നിൽക്കാൻ മനുമോൻ അനുവദിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഏട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് കരുതിയതാ. പിന്നെ ഇടയ്ക്ക് ചന്ദ്രേട്ടനൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ടാ അത് വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, അയ്യോ, ഞാൻ അങ്ങേരെ പേടിച്ചാ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അങ്ങേരെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ? ഒരിക്കലും പാടില്ല രൂപേ. അങ്ങേര് അവിടെ തന്നെ നിന്നോട്ടെ. എനിക്ക് അങ്ങേരുടെ മുഖം കാണുന്നത് പോലും പേടിയാ. അപ്പോൾ രൂപ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടതാ ഏട്ടൻ. സരയുവിനെ ഇത്രയധികം സ്നേഹിച്ച വേറൊരാൾ ഉണ്ടാവില്ല. അതൊക്കെ ശരിയാ രൂപേ, പക്ഷെ വയസ്സാകുന്നതിനനുസരിച്ച് തലച്ചോറിന് മാറ്റം വരുമല്ലോ. അതുകൊണ്ട് എന്തായാലും ഇനി എനിക്ക് അവിടെ നിന്ന് അങ്ങേരുടെ കയ്യിൽ നിന്ന് അടിയും തൊഴിയൊന്നും കൊള്ളാൻ വയ്യ. ഇവിടെ നിന്റെ ആൾക്കാരൊക്കെ വന്നോട്ടെ, അവരോടൊക്കെ നന്നായിട്ട് പോവാനാ എൻ്റെ തീരുമാനം. പിന്നെ രൂപക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ശാരി പറയാണ്, അയലത്തുള്ള കിരണിനോടും കല്യാണിയോടും പോയി പറഞ്ഞാലേ അവരിതൊന്നും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നീ അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും ഇനി ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോവാം. അല്ല രൂപേ, എൻ്റെ മുറി ഒഴിഞ്ഞു കിടക്കുകയല്ലേ? അതെ, എല്ലാവരും ഇവിടേക്ക് വരുമ്പോഴാ മുറിക്ക് പ്രശ്നം. അപ്പം ഞാൻ ഹോളിൽ വേണമെങ്കിലും കിടന്നോളാം. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിന് കുറച്ച് സമാധാനമെങ്കിലും കിട്ടുമല്ലോ എന്നും പറഞ്ഞ് ലഗേജ് എടുത്തിട്ട് മുറിയിലേക്ക് പോവുകയാണ്. പക്ഷേ രൂപക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതേസമയം കിരണിൻ്റെ വീട്ടിലാണ് ചന്ദ്രസേനൻ ഉണ്ടായിട്ടുള്ളത്. രണ്ടുപേരും ഇങ്ങനെ കുറേ ടെൻഷനോട് കൂടി ആലോചിക്കുകയാണ്. അവസാനം സേനൻ പറയുന്നുണ്ട്, ശാരി ഉടക്കി പിരിഞ്ഞു പോയതിനു ശേഷവും ഇവിടെ തിരിച്ചു വന്ന് താമസിക്കുകയാണെങ്കിൽ എന്തോ അതിന് പിന്നിലൊരു അജണ്ട ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഞാനും കരുതുന്നത്. അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട്, മനോഹറിനെ വെച്ച് അവരെ അവിടുന്ന് തുരത്തണോ? സരയു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യായിരുന്നു. പക്ഷേ മരുമോന് പോയി അമ്മായിയമ്മ ഇവിടെ നിൽക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അവരവിടെ നിൽക്കുന്നത് അപകടമാ. ഇനി നമ്മളെല്ലാവരും ഒരുമിച്ചത് നാടകമല്ലെന്ന് അവർ തിരിച്ചറിഞ്ഞെങ്കിൽ അമ്മയ്ക്കത് അപകടം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. അതിൽ സേനന് ഷോക്കാവുന്നുണ്ട്. എന്തായാലും നമ്മൾ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് അങ്ങോട്ട് പോവണം. അതുപോലെ തന്നെ ആ യാമിനിയോട് രൂപയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പറയണം. അങ്ങനെ രൂപയെ എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യമൊന്നും ഷാരിക്കില്ല. എങ്കിലും ശത്രുവായി നിന്നവൾ സൗഹൃദം കാണിച്ച് അടുത്ത് കൂടുന്നത് സംശയത്തോടെ തന്നെ നമ്മൾ നോക്കി കാണണം മോനെ. അപ്പോൾ കിരണും അത് അംഗീകരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സേനൻ ചോദിക്കുന്നുണ്ട്, അല്ല കല്യാണി മോളെവിടെ? ഞാൻ പറഞ്ഞില്ലേ ആ മേഘ്നയുടെ കാര്യം. ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞിട്ട് മേഘ്നയ്ക്കൊപ്പം അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക. കഷ്ട ആ കുട്ടിയുടെ കാര്യം. അന്ന് ഉറപ്പായിട്ടും ആള് മാറിയിട്ടാ ആ പയ്യനെ വെട്ടിക്കൊന്നത്. അതുകൊണ്ട് ആൽവി രക്ഷപ്പെട്ടു. സോണിയുടെ കണ്ണീര് നമുക്ക് കാണേണ്ടി വന്നതുമില്ല. എങ്കിലും നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാ പൊലിഞ്ഞു പോയിരിക്കുന്നത്. അതുകൊണ്ട് മേഘ്നയ്ക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണം. അവർ പോകേണ്ടിടത്തൊക്കെ പോയിട്ട് വരട്ടെ. ആ മേഘ്നയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നേ, അതാ സഹിക്കാൻ പറ്റാത്തെ. സേനൻ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത്. അതേസമയം അർജുൻ്റെ വീട്ടിലേക്കാണ് കല്യാണി മേഘ്നയും കൂട്ടിക്കൊണ്ട് പോയത്. അപ്പോഴേക്കും അവൻ്റെ അച്ഛനും അമ്മയും കരഞ്ഞു തളർന്നിട്ടുള്ളത്. മേഘ്നയെ കണ്ടപ്പോൾ അവർ പറയുന്നുണ്ട് ഭർത്താവിനോട്, ദേ അർജുമോൻ്റെ ഭാര്യ വന്നു, മേഘ്ന മോള്. കരഞ്ഞു തളർന്നിട്ട് തന്നെയാണ് മേഘ്നയും വന്നിട്ടുണ്ടായിരുന്നത്. കല്യാണിക്ക് അവൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് അർജുനേട്ടൻ്റെ വീട്. അവരടുത്തെത്തിയതും പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അത് കണ്ടപ്പോൾ കല്യാണിക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം കല്യാണി പറയുന്നുണ്ട്, ഞാൻ മേഘ്നയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയായിരുന്നു. അവർ അവിടെ കയറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവർ കല്യാണി അറിയാത്ത ഭാവത്തിൽ നോക്കിയപ്പം കരഞ്ഞുകൊണ്ട് തന്നെ കല്യാണി പറയുന്നുണ്ട്, ഞാൻ മേഘ്നയുടെ കൂട്ടുകാരിയാ. എൻ്റെ മോളെ, അർജുൻ ഈ കുട്ടിയെയും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ദേ ആ ഇരിക്കുന്ന ആളെ കണ്ടോ, അർജുൻ്റെ അച്ഛൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവരെ ആട്ടിപ്പായിക്കായിരുന്നു. അപ്പോൾ കരഞ്ഞുകൊണ്ട് അവർ പറയാണ്, അത് വേറൊന്നും കൊണ്ടായിരുന്നില്ല മോളെ, വലിയ വീട്ടിലെ കൊച്ചാണെന്നറിയാം. അങ്ങനെയുള്ളപ്പോൾ അതിനെ ഇതുപോലുള്ളൊരു വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ അർജുൻ്റെ താഴെ 2 പെൺകുട്ടികൾ കൂടിയുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാനുള്ള സ്ഥലം പോലും ഇല്ല ഇവിടെ. അതുപോലെ നല്ലൊരു മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടുവാ. അതുപോലൊരു വീട്ടിൽ മോളെയും കൊണ്ട് കഴിയണ്ടെന്ന് കരുതിയാ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോവാൻ പറഞ്ഞേ. അല്ലാതെ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല മോളെ. അവൻ പോയ ശേഷം കൂലിപ്പണിക്ക് പോകുന്ന അവൻ്റെ അച്ഛനും തളർന്നു. മോളെ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഇതേ ഇരിപ്പാ. അപ്പം അവിടെ അങ്ങനെ സ്റ്റെക്കായിട്ടിരിക്കുന്ന അച്ഛൻ്റെ അരികിലേക്ക് പോയിട്ട് മേഘ്നെ വിളിക്കുന്നുണ്ട്, അച്ഛാ. അതൊക്കെ കാണുമ്പോൾ കല്യാണിയുടെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. അപ്പം അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അവൻ പോയ ശേഷം ഇതാ അവസ്ഥ, മുണ്ട് മുറുക്കി ജീവിക്കേണ്ട അവസ്ഥയില്ല. മേഘ്നെ കരഞ്ഞുകൊണ്ട് കല്യാണിയെ നോക്കുകയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട്, ഇപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് മോൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് നിൻ്റെ കാര്യം നോക്കുന്നേ? അവൻ ഇവിടുന്ന് മോളെയും കൊണ്ട് പോയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്നെ കണ്ടും പെങ്ങന്മാരെ കണ്ടും കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു.
അതൊക്കെ കൊണ്ടാ കഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. ഇപ്പോൾ അതും നിലച്ചു. ഇനി ഈ മോളെ കൂടി നോക്കാനുള്ള ത്രാണിയൊന്നും ഞങ്ങൾക്കില്ല മോളെ, കല്യാണിയോടായിട്ടാണ് അവർ പറയുന്നത്. അവരോട് തിരിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ കല്യാണി പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതും.